ഈ വളരെയധികം ശ്രദ്ധേയമായ പരിപാടിയിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, and brothers and sisters, friends of the media, I'd like to welcome all of you here today. മാധ്യമപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹിതരെ, നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. It's an honor for me to come here and speak to you today. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ച് അനൽപമായിട്ടുള്ള അഭിമാനവും സന്തോഷവുമുണ്ട്. Under the leadership of Kumari Sheila Punchavayal and Vice President Tiji Churototil, I apologize because maybe I'm not pronouncing their name exactly correct. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഷീല പുഞ്ചവയലിന്റെയും വൈസ് പ്രസിഡന്റ് ടിജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നതായ മനോഹരമായിട്ടുള്ള ഈ പരിപാടി ഏറെ ധന്യമായ അനുഭവമാണ്. You have done very effective work in Manrega in this panchayat and I'd like to congratulate you for it. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും ക്രിയാത്മകവും ഫലപ്രദവുമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിന്റെ പേരിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 5,000 people have got work here over the last 3 years and you have spent 10 crore rupees under the program and aim to spend 14 crores this year. 5,000 ആളുകൾക്ക് തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും ഈ വർഷം 10 കോടി രൂപ ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും അത് 14 കോടിയാക്കി മാറ്റാൻ നിങ്ങൾ കഠിന പ്രയത്നത്തിലാണ് എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. And you have been innovative. You've done lots of water conservation and helped in building basic infrastructure here as well. ഏറ്റവും നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിൽ നെന്മേനി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അടിസ്ഥാനതല വികസനം, അതിന്റെ കാര്യത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന വലിയ ഇടപെടലുകൾ, ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാനും ആഗ്രഹിക്കുന്നു. So I am very happy to come here and see that you are successfully implementing Manrega. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറെ വിജയകരമായി പൂർത്തീകരിക്കാൻ, നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. And with your permission, I'd like to tell you a little bit about Manrega from the national perspective. ദേശീയതല കാഴ്ചപ്പാടോടുകൂടി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. You of course see it from a local perspective and you see the impact of Manrega in your daily lives. But Manrega was not an easy thing to achieve. തീർച്ചയായും പ്രാദേശിക തലത്തിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വാധീനം അത് ചെറിയ തലത്തിലൊന്നുമല്ല. നിങ്ങളുടെ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതക്രമത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ള അനൽപമായിട്ടുള്ള സ്വാധീനമുണ്ട്. And as you know, Manrega was conceptualized, developed and implemented by the UPA government. And I remember when the idea was first mentioned, and I was one of the people who was involved from the beginning, there was tremendous resistance to the idea of Manrega. തീർച്ചയായും നിങ്ങൾക്കറിയുന്നത് പോലെ യു പി സർക്കാർ നടപ്പിലാക്കിയ
രാജ്യത്തെ അതിപ്രധാനമായ ദാരിദ്ര്യ ലഘൂകരണ ഉച്ചാടന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിന്റെ ആശയങ്ങളും അതിലൂടെ കടന്നു വരുന്നതായിരിക്കുന്ന ചിന്തകളും അതിന്റെ പ്രയാണവും ഒക്കെ തന്നെ ഈ രാജ്യത്തുണ്ടാക്കിയതായിരിക്കുന്ന വലിയ സ്വാധീനവും. And the arguments that were put forward by the bureaucrats, by big business, were basically that this is going to be a huge waste of money. നമ്മുടെ രാജ്യത്ത് വലിയ അളവിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ രീതിയിലുള്ളതായിരിക്കുന്ന ക്രയവിക്രയങ്ങൾ നടക്കുകയും സാമ്പത്തികമായിട്ടുള്ള ദുർവ്യയം വലിയ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. So I want to explain a little bit about what Manrega actually is. എന്താണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? In any modern country, the idea of a minimum wage is critical. ഓരോ മനുഷ്യനും ലഭിക്കേണ്ടതായിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അവന്റെ ശമ്പളമുണ്ട്, അവന്റെ വേജസ് ഉണ്ട്. Meaning, what is the lowest cost at which a laborer is made to work? ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് അവന്റെ ജീവിതക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് മിനിമം എത്രത്തോളം ആവശ്യമുണ്ട്? Because as we know, that cost, that price determines the dignity of labor. ഓരോ പൗരന്റെയും ഓരോ തൊഴിലാളിയുടെയും അന്തസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത്. And those of us who were pushing Manrega were pushing the idea that no Indian person should be allowed to work for less than a certain wage, a dignified wage. അന്തസ്സുള്ളതായ അഭിമാനമുള്ളതായ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വരുന്നതോടുകൂടി അന്തസ്സോടെ അഭിമാനത്തോടുകൂടി ഓരോ ആളുകൾക്കും അതിന്റെ വേജസും അതിന്റെ വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതക്രമത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ടതാണ്. Before Manrega, there used to be a minimum wage, but no one really used to bother about the minimum wage. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവുന്നതിന് മുമ്പ് ഇതുപോലെ ഗ്രാമീണ തലത്തിൽ മിനിമം വേജസ് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയതായിരിക്കുന്ന വേതനം എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനാകുന്നില്ല. So Manrega provided a floor below which nobody would be asked to work. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതക്രമത്തിൽ വലിയതായിരിക്കുന്ന സ്വാധീനമുണ്ടാക്കിയ ഒന്നാണ്. And this frankly was a revolutionary change in India. ഇന്ത്യ രാജ്യത്ത് വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. But the other idea of Manrega was that Manrega should be an evolving idea. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മറ്റു മേഖലകളിലേക്കും കൂടെ വ്യാപരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടാവും. A dynamic, changing idea. ഗ്രാമീണ മേഖലകളിലുള്ളതായ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി. That guarantees a floor below which no Indian person should ever work. ഓരോ പൗരനും ആവശ്യമുള്ളതായിരിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ ജീവിതക്രമത്തിൽ തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവകാശത്തെ ആഗിരണം ചെയ്യുന്ന തലത്തിലേക്ക് ഈ പദ്ധതിയെ നമുക്ക് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. The other part of Manrega was that we should use our people to build infrastructure. അടിസ്ഥാന തലത്തിലുള്ളതായ വികസന പദ്ധതികൾ, നാടിന് ആവശ്യമുള്ളതായിരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികളുടെ രൂപകൽപ്പനയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രത്യേകത. And the idea was to build India with dignity. ഇന്ത്യ രാജ്യത്തെ അന്തസ്സോടുകൂടി രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം. So it was designed to protect our people. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ താല്പര്യം. And in no way was it a
dole or charity. ഇതൊരർത്ഥത്തിലും ഒരു കേവലം നിശ്ചലമായിട്ടുള്ള ബിംബമോ അതല്ലെങ്കിൽ നിശ്ചലമായിട്ടുള്ള ഒരു സാഹചര്യമോ അല്ല ഈ പദ്ധതി. I was shocked in the Lok Sabha when I heard the Prime Minister speak against Manrega. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പാർലമെന്റിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെതിരായി സംസാരിച്ചത് കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് വിഷമത്തിലായി. ഞാൻ പരിഭ്രമിച്ചു പോയി. ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്നുള്ളത് പോലും ഞാൻ ആലോചിച്ചു പോയി. And he called it a living monument of the failures of the UPA. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്ത് ഫെയിലിയറായ പരാജയപ്പെട്ട ഒരു സ്തംഭമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട വാചകം. And he called it a drain on the exchequer and a dole to poor people. ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഖജനാവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ശോഷണമാണ്. അതിൽ നിന്നുള്ളതായിരിക്കുന്ന പണം ശോഷിച്ചു പോകുന്ന ഒരു ഗുണവുമില്ലാത്ത പദ്ധതിയാണ് ഇത് എന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട വാചകം. And it made me realize that the Prime Minister actually had not understood the depth of Manrega. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യവും അതിന്റെ വ്യാപ്തിയും അതിന്റെ പ്രസരിപ്പും അതിന്റെ ഗൗരവവും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. He had not understood that Manrega had forever transformed the Indian labor market. ഇന്ത്യ രാജ്യത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ഇതുണ്ടാക്കിയിട്ടുള്ള സ്വാധീനവും വ്യാപ്തിയും ഏറെ വിപുലമാണ്. And he had not understood that Manrega was for millions and millions of Indian people the last resort and a huge protection. ഇന്ത്യ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്കുള്ളതായ അവസാനത്തെ മാർഗവും അവസാനത്തെ ജീവനോപാധിയുമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. And I was watching during COVID when thousands and thousands of people were left without work and Manrega saved them. ഞാൻ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ആലോചിക്കുകയായിരുന്നു. കോവിഡിന്റെ ഏറ്റവും വലിയതായ പ്രയാസകരമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധിയുടെ നാളുകളിൽ നമ്മുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സുരക്ഷിതത്വം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. So I felt, of course, the Prime Minister did not comment about Manrega then. പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് നല്ലത് പറയില്ല. And he doesn't comment about Manrega anymore. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വാധീനവും വിപുലവും അദ്ദേഹത്തിന്റെ മുമ്പിലില്ല. Because it became obvious that what he had called a monument of the failures of the UPA was actually what protected India during COVID. UPA സർക്കാരിന്റെ പരാജയത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് ഒരിക്കൽ പ്രസ്താവിച്ചതായിരിക്കുന്ന വ്യക്തിത്വമാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ പരാജയത്തിന്റെ വ്യക്തിത്വം എന്നുള്ളത്, പരാജയത്തിന്റെ സംവിധാനമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ പ്രധാനമന്ത്രി ഏത് തലത്തിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. Another very important aspect of Manrega is that it is a partnership. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പങ്കാളിത്തപരമായിട്ടുള്ള മേഖലകളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം അതിലൊരു പ്രധാനപ്പെട്ടായിരിക്കുന്ന കാര്യമാണ്. It should be a partnership between the government, between the people and the panchayats. വിവിധ മേഖലകളിൽ സർക്കാരും ജനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെയായിട്ടുള്ള ഒരു പങ്കാളിത്ത പ്രവർത്തനത്തിന്റെ മേഖലകളിലൂടെ ഇത് ആർജിക്കുകയാണ്. And as I said, Manrega has to evolve with the times. ഈ നാടിന്റെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും പരിപ്രേക്ഷ്യവുമായി അത് ഇവോൾവ് ചെയ്ത് വലുതായിരിക്കും. Today with demonetization, with a flawed GST, our economy is crippled. ഇന്നത്തെ നോട്ട് നിരോധനവും അതുപോലെ
തെറ്റായ വഴികളിലൂടെ GST നടപ്പിലാക്കലും അനുബന്ധമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട്. തന്മൂലം ജനങ്ങൾ വലിയ പ്രയാസത്തെ നേരിടുകയാണ്. So Manrega becomes even more important in providing protection to our people. അതുകൊണ്ട് സാധാരണക്കാരായ നമ്മുടെ ആളുകൾക്ക് അവരുടെ ജീവനോപാധി പ്രദാനം ചെയ്യുന്നതിൽ അതിപ്രധാനമായ പങ്കാളിത്തമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രദാനം ചെയ്യുന്നത്. And a huge part of Manrega is listening to the people who are involved in Manrega. നിങ്ങൾ ഓരോ ആളുകളും അതിന്റെ ലക്ഷ്യത്തിലും അതിന്റെ പ്രവർത്തനത്തിലും മുഖരിതമായി മുന്നോട്ട് പോകുമ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. So the government should seriously listen to the demand of increasing the number of days of Manrega. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മേഖലകളിലെ ഓരോ ആവശ്യങ്ങളെയും പ്രത്യേകം ഗൗരവത്തോടു കൂടി എടുക്കണം എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. Thinking of 200 days of employment. 200 ദിവസങ്ങൾ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാകണം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മുഴുവൻ തൊഴിലാളികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആവശ്യകതയാണ്. Seriously considering raising the wage of laborers. ഓരോ ആളുകൾക്കും അവരുടെ വേതനത്തിന്റെ വർധനവും ഇതോടൊപ്പം കാലാകാലമായിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. And you are suggesting 400 rupees a day. നിങ്ങൾ ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 200 തൊഴിൽ ദിനങ്ങളും ഒരു ദിവസത്തെ വേതനം 400 രൂപയുമാക്കണം എന്നുള്ള നിങ്ങളുടെ ആവശ്യകതയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ പരാമർശിക്കുകയാണ്. Expansion of Manrega program to include paddy cultivation. നമ്മുടെ നെല്ലിന്റെ ഉൽപാദന മേഖല ഉൾപ്പെടെ നിലവിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിച്ചിട്ടില്ലാത്തതായിട്ടുള്ള വിവിധ മേഖലകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. So as I said, the idea of Manrega has to evolve and it has to be linked to current prices. തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ മാർക്കറ്റിന്റെ എല്ലാ മേഖലകളിലുള്ളതായിരിക്കുന്ന വിലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ ഈ ആവശ്യവും തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികളുടെ ഈ ആവശ്യവും പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. It has to be linked to the current economic situation. ഇവിടെ സാമ്പത്തിക നിലയുടെ ഭദ്രതയുമായി ബന്ധപ്പെട്ടാണിത്. And I think we also have to think, and particularly in the Congress party, we have to think about how to apply the principles of Manrega to the urban economy. തീർച്ചയായും ഞങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമ്മാനിച്ചതായ പാർട്ടി എന്ന രീതിയിൽ തന്നെ ഇതിന്റെ മുന്നോട്ടുള്ളതായിരിക്കുന്ന പ്രയാണത്തിലും പ്രത്യേകമായ താല്പര്യവും ശ്രദ്ധയും ഉണ്ടാകും. And the idea must be, how do we ensure dignity of labor to our people? നമ്മുടെ തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ ഐശ്വര്യവും നമ്മുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഘടകമാണ്. If it requires 400 rupees a day for our labor to work in a dignified manner, then that is what we should think about doing. ഒരു ദിവസം 400 രൂപ വേതനം കിട്ടിക്കഴിഞ്ഞാൽ അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ഒരു തൊഴിലാളിക്ക് കുടുംബം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ആവശ്യകതയാണ്. But it's important to realize that Manrega is only one part of the solution. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഒരു ഭാഗത്തുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷമായിട്ടുള്ള നമ്മുടെ ലഘൂകരണ പദ്ധതിയാണ്. It is like a shock absorber in a car. ഇത് ഒരു കാറിന്റെ ഷോക്ക് കുഴിയിൽ വീഴുമ്പോ ആ കുഴിയിൽ വീഴുന്നതിന്റെ ഏറ്റവും വലിയതായിരിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കുന്ന ഷോക്ക് അബ്സോർബർ പോലെയാണ്. It can protect you from shock. ഇത് നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയതായ കാഠിന്യമേറിയ ഏറ്റവും പ്രയാസകരമായ ഷോക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം തരുന്ന ഒന്നാണ്. But if the engine of the car doesn't work, then the shock absorber is useless. തീർച്ചയായും ആ ഷോക്ക് അബ്സോർബർ ഇല്ല എങ്കിൽ നമുക്ക് അതിന്റെ കാഠിന്യവും അതിന്റെ പ്രയാസവും ഏറെ ഗൗരവതരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഷോക്ക് അബ്സോർബർ പോലെ തന്നെ ജീവിതത്തിലെ കനൽപ്പമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതേപോലെ പ്രവർത്തിക്കുകയാണ്. And the engine is the broader economy. അതിന്റെ യന്ത്രം ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന മേഖലയാണ്. The engine is the creation of jobs.
നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആവശ്യകതയായി ഇതൊക്കെ വന്നിരിക്കുന്നു. The engine requires harmony in society. ഈ യന്ത്രം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഗൗരവതരമായ രീതിയിൽ അതിന്റെ പ്രസരിപ്പ് നമുക്ക് ആവശ്യമാണ്. And these are some of the challenges that India is facing today. നമ്മൾ നേരിടുന്നതായിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ളതായ വലിയ പ്രയത്നത്തിൽ ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആവശ്യകതയാണ്. And none of these challenges will be solved through hatred and anger. നമ്മൾ നേരിടുന്നതായിരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വലിയ പ്രവർത്തനത്തിനും പ്രയത്നത്തിലുമാണ് ഇന്ന് നമ്മൾ ഉള്ളത്. So we have to work unitedly to solve these problems. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ ഏകീകൃതമായ ഐക്യകണ്ഠേനയുള്ള വലിയ പരിശ്രമങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും. I'd like to thank you once again for inviting me here and giving me the honor to speak to you. നിങ്ങളെല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചത് ഏറ്റവും നല്ല അനുഭവമായി ഞാൻ കണക്കാക്കുകയാണ്. I'm very proud of the work that you are doing here, and this is actually the work of building the nation. ഇതാണ് എനിക്കേറെ അഭിമാനമുണ്ട്. രാജ്യത്തിന് ഇന്ന് ആവശ്യമുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉൽപാദനക്ഷമമായിട്ടുള്ള കർമ്മ മണ്ഡലമാണ് ഇവിടെ നിങ്ങൾ ഈ നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ നിങ്ങൾ വാർത്തെടുത്തിരിക്കുന്നു. You don't get credit for it. You don't come on the front pages of newspapers. You don't come on television, but you are actually the builders of this nation. നിങ്ങൾ ഒരുപക്ഷെ ടിവിയുടെ മുമ്പിലേക്ക് നിങ്ങളുടെ പടം വന്നില്ലായിരിക്കും, നിങ്ങൾ ഒരുപക്ഷെ വാർത്തകളിൽ നിറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ സമൂഹത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഘടകം എന്നത്. Unfortunately, our friends in the media would rather show other things on the media than the actual work of building the nation. നമ്മുടെ രാജ്യത്തെ ബ്രിഡ്ജ് ചെയ്യുന്ന, രാജ്യത്തെ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഘടകങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മറ്റു മേഖലകളിലേക്ക് പോകുന്നു എന്നുള്ളതും ഇതിന്റെ കൂടെ പറയേണ്ട ഒന്നാണ്. They prefer to talk about cricket, about Bollywood. അവർക്ക് അവരുടേതായിരിക്കുന്ന പലതായിരിക്കുന്ന മേഖലകളുണ്ട്. Yeah. So thank you very much and all the best, and please remember that we are here to support you in any way possible.